മാന്യതയുള്ളവരുമായ ഹാജിമാരെ ഹജ്ജുമ്മമാരെ, ഇവിടെ ഇരിക്കുമ്പോൾ ചെറിയ പ്രയാസം ഉണ്ടെന്ന് എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. കാരണം കുറച്ച് അടുത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പ്രയാസങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം അവധിയൊക്കെ ആവുമ്പോൾ അല്ലെ, രണ്ടാം ശരിയൊക്കെ ആവുമ്പോൾ പല ആളുകളും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അറിയാം, ഒരുപാട് പ്ലാൻ ചെയ്ത പരിപാടികളും അതുപോലെ തന്നെ കല്യാണങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ബഹുമാന്യരിൽ ബഹുമാന്യരാണ്. നാട്ടിലെ പല മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ചില തയ്യാറെടുപ്പ് കുറച്ച് നേരത്തെ നടത്തേണ്ടതുണ്ട്. അതിന്റെ ചില കാര്യങ്ങളും കൂടി ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം, നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഒരു കോച്ചിങ് ക്ലാസ്സിനാണ്. കോച്ചിങ് ക്ലാസ്സിന് പോകാറില്ലേ? ക്രാഷ് കോഴ്സ് ഒക്കെ കേട്ടില്ലേ? എൻട്രൻസ് പരീക്ഷയ്ക്ക് മുമ്പ് ഇല്ലേ? അത് നമ്മൾ ഇതുപോലെ ശനിയാഴ്ച ഞായറാഴ്ചയും അതുപോലെ തന്നെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മളെ കുട്ടികളെ എന്ത് ചെയ്യും, പ്ലസ് ടുന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞേക്കും. അങ്ങനൊക്കെ പറഞ്ഞയച്ചിട്ടും പോണതൊക്കെ കണ്ടിട്ടുള്ള ഒക്കെ ആൾക്കാരാണ്. അതിന്റെ അവസാനം നമുക്ക് ഒരു ദിവസം പരീക്ഷ ഉണ്ടാവും ഇല്ലേ? നീറ്റ് ആണെങ്കിലും അല്ലെ, ജെഇ ആണെങ്കിലും കീമാണെങ്കിലും അങ്ങനെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഒക്കെ അതിന്റെ അവസാനം ഒരു പരീക്ഷ ഉണ്ടാവും. ആ പരീക്ഷന്റെ അന്നത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുട്ടികളെ തയ്യാറാക്കുന്നത് അല്ലെ. ഈ കുട്ടികളെ തയ്യാറാക്കുമ്പോ പിന്നെ നമ്മൾ ഇതുപോലെ ഷെഡ്യൂൾ ചെയ്ത ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയും ഇല്ലേ? ആ കുട്ടികളോട് എന്തൊക്കെയോ പറയും നമ്മൾ. ഉറക്ക് ഒരു 7 മണിക്കൂർ നിങ്ങൾ ഉറങ്ങണം, എന്തായാലും ഉറങ്ങണം, ഉറക്ക് കഴിഞ്ഞിട്ടുള്ള സമയം ഇങ്ങനെ ആയിരിക്കണം, ഏതുവരെ പറയും. പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് വയറിന് പിടിക്കാത്ത ഭക്ഷണമൊന്നും കഴിക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് തയ്യാറാക്കി ഒരു ദിവസം ആ കുട്ടിക്ക് പരീക്ഷ ഉണ്ടാവും. ആ പരീക്ഷ എഴുതിയിട്ട് കുട്ടിക്ക് ഉന്നത സ്ഥാനം കിട്ടുമ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, എവിടെയെങ്കിലും സ്ഥലത്ത് അഡ്മിഷൻ കിട്ടും. ഇൻഷാ അല്ലാഹ് 2026 പരിശുദ്ധ ഹജ്ജ് കർമ്മം ദുൽഹജ്ജ് മാസത്തിലെ 9-ാം തീയതി ദുൽഹജ്ജ് 9-ന് ഇൻഷാ അല്ലാഹ് നടക്കുന്ന അറഫ സംഗമം. ആ അറഫ സംഗമത്തിൽ പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അറഫ സംഗമത്തിൽ പങ്കെടുത്ത് സ്വീകാര്യോഗ്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ വേറെ പ്രതിഫലമില്ല. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കും. അത്തരത്തിലുള്ളവരിൽ നമ്മൾ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ്, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള പരീക്ഷ നടക്കുന്നത് എന്താണ്? ഈ പറഞ്ഞതുപോലെ അറഫ സംഗമത്തിൽ പങ്കെടുക്കാൻ അതിലേക്കുള്ള തയ്യാറെടുപ്പ്, ഹജ്ജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അല്ലെ, കുറ്റമറ്റ സ്വീകാര്യോഗ്യമായ ഹജ്ജും ഉംറയും മർജിയായ സിയാറത്തും ചെയ്ത് തിരിച്ചു വരുന്ന അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുമ്പോൾ നമ്മള് കുറെ കാര്യങ്ങള് അമലപരമായ കാര്യങ്ങളൊന്നും നമ്മൾ പറയില്ല. പക്ഷേ
ചില കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുകയും അത് ഒരുപാട് സ്ഥലത്ത് നമ്മളെ ഹജ്ജിന്റെ വേളയിൽ നമ്മളെ സഹായിക്കുമെന്നുള്ളത് മനസ്സിലാക്കി. ഹജ്ജിന്റെ വേളയിൽ ഇഹ്റാമിലായിരിക്കുമ്പോ ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ 7 വരെ നമ്മൾ ഉരുവിടുന്ന ഒരു മന്ത്രമുണ്ട്. എന്താണ്? എല്ലാവരും ഒരുപോലെ ചെല്ലുന്ന മന്ത്രം. അപ്പൊ നമുക്ക് ഇവിടെയുള്ള എല്ലാവരും കൂടി ഒന്ന് എണീറ്റ് നിന്ന് നമുക്കൊന്ന് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് തുടങ്ങുന്നത് നന്നായിരിക്കും. വലിയ പ്രയാസം ഇല്ലെങ്കിൽ എണീറ്റിരിക്കാം. പിന്നെ കയ്യില് നമ്മുടെ ബാഗ് കൊടാൻ പിന്നെ പേന അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് വെക്കുക. ഇതൊന്ന് നേരെ നിൽക്കുക അല്ലേ? നമ്മൾ ഒരുമിച്ചിട്ടില്ല. ഞാൻ ചെല്ലിത്തരാങ്ങൾ ചെല്ല അങ്ങനെയല്ല അല്ലേ? അത് ശരിയാക്കി കൊടുക്കാം. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. الله قبول ചെയ്യട്ടെ. ആസാനിലേക്ക് ഇന്നിട്ട് വരണ്ടേ? ഇല്ല, അതിന്നിട്ട് വരണ്ടേ? പ്രിയമുള്ളവരെ, നമുക്ക് ഇത്രയും വിശാലമായ സൗകര്യം എന്റെ പ്രിയപ്പെട്ട ഹാജിമാർക്കും ഹജ്ജുമാർക്കും ഒരുക്കി തന്ന ഇതിന്റെ പിന്നിലൊരു വനിതാ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആ കോളേജിന്റെ പ്രിൻസിപ്പാൾ നിങ്ങളുമായി 2 വാക്ക് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തിന് ഞാൻ ആദരവ് ക്ഷണിക്കുന്നു. ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, വല്ലാത്ത സന്തോഷം. ശരിക്കും നമ്മൾ ഈ തെൽബിയത്തോടു കൂടെ നമ്മൾ ഹജ്ജിൽ പ്രവേശിച്ചതുപോലെയിരിക്കണം. അടുത്ത വർഷത്തെ ഹജ്ജിനൊന്നും നമ്മൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല. എങ്കിലും അതിൻ്റെ പ്രതിഫലത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ കൂടി പങ്കാളികളാവുമെന്ന്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു വിശാലമായ ക്യാമ്പസ് ഇത് നമ്മുടെ ക്യാമ്പസാണ്. ഇത് 27 ഏക്കർ വിസ്തൃതമായിട്ടുള്ള പെരിന്തൽമണ്ണയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ വിലപ്പെട്ട ഒരു ക്യാമ്പസാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവരും ഈ സ്ഥാപനത്തിന്റെ ഭാഗമായി മാറുക. ഇത്തരം സൗകര്യം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് കൂടെ ഇരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഞങ്ങളിങ്ങനെ പറയുന്നു, അതിലെ ബഹുമാനിയായിട്ടുള്ള ട്രഷററാണ് ബാനുഹാജി ഇവിടെ ഇരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, സ്വീകരിക്കട്ടെ. നമ്മൾ സാധാരണ ഇസ്ലാമിലെ 5 സ്തംഭങ്ങളിൽ 5 കടമകളിൽ ഒന്ന് നോമ്പാണ്. നോമ്പിനെ കുറിച്ച് പറയാറുണ്ട്, അത് വ്രതം എന്നത് അത് എനിക്കുള്ളതാണ് നമ്മൾ പറയാൻ കാരണം അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരർത്ഥത്തിൽ, അതുപോലെ തന്നെയാണ് ഹജ്ജും.
സാധാരണഗതിയിൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് എല്ലാവരും ഹജ്ജിന് പോകുന്നത്. മാത്രമല്ല അത് ത്യാഗനിർഭരമായിട്ടുള്ള ഒരു ആരാധനാക്രമമാണ്. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം. വേറൊരു പ്രവാചകനെ കുറിച്ച് നമ്മൾ നിസ്കാരത്തിൽ പറയുന്നില്ല. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു പ്രവാചകൻ, എല്ലാ മതങ്ങളും ആദരിക്കുന്ന അബ്രഹാം, ഇബ്രാഹിം, ബ്രാഹ്മണർ വരെ അതിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ഹാജറ ബീവിയിലേക്ക് പാദം പതിഞ്ഞ ആ പുണ്യഭൂമിയിലേക്ക്, ഈ ഭൂമിയിലെ ആദ്യത്തെ കേന്ദ്രം, അവിടേക്ക് നിങ്ങൾക്ക് പോവാണ്. നമുക്ക് തോപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിന് കുറെ വിവരമല്ല വേണ്ടത്, അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ആരോഗ്യമാണ് തോന്നുന്നത്. അതൊക്കെ ഇവിടെ വിശദമായിട്ട് പറയും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഹജ്ജിന് പോകാതെയാണ് കിതാബ് എഴുതുന്നത്. അങ്ങനെ വലിയ ലോകത്തിന് മുഴുവൻ എല്ലാ ഗൈഡുമാർക്കും ഗൈഡായിട്ടുള്ള ഗ്രന്ഥം മനാസിക്കുൽ ഹജ്ജ് എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടാണ് അദ്ദേഹം ഹജ്ജിന് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോ അദ്ദേഹം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോ ഒരാൾ ചോദിച്ചു തരും അദ്ദേഹത്തോട്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നെബവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അപ്പൊ അയാൾ ചോദിച്ചിട്ട് ഇമാം നബവി ഇമാമിനോട്, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടുകാരാണ് ഇമാം നബവി, അദ്ദേഹത്തിന്റെ കിതാബ് നോക്കിയിട്ട് വന്നാൽ മതി എന്ന് ചോദിച്ചത് നബവി ഇമാമിനോട് ചോദിക്കുന്നത്. അപ്പൊ അത് പ്രായോഗികമായി ചെയ്യുന്ന ഒരു കർമ്മമാണ്. നിങ്ങൾ ഇത്തരം വേദികൾ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഏറ്റവും തന്നെ ഹജ്ജ് ചെയ്യാനുള്ള നിർദ്ദേശാനുസരണം നിങ്ങൾ മുന്നോട്ട് പോയി കഴിയും. അതാണ് തോന്നിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും, സ്ഥാപനത്തിന് വേണ്ടി ദുആ ചെയ്യും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു വിമൻസ് കോളേജ്, ഇത് MSTM ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകളൊന്നാണ്. ഇവിടുത്തെ കോഴ്സുകളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് അറിയണം. അതുപോലെ തന്നെ വിമൻസ് കോളേജ്, നിസ ആർട്സ് ആൻഡ് സയൻസ് വിമൻസ് കോളേജ്, അതിനെ കുറിച്ച് പറയാൻ കൂടിയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പൊ അത് നമ്മുടെ +2 ഡിഗ്രി മതപഠനത്തോടൊപ്പം ഏറ്റവും ഉന്നതമായിട്ടുള്ള ആധുനിക സംവിധാനങ്ങളോടുകൂടെ ഫീസ് അടക്കുന്നവരും കുറച്ച് കണക്കാത്തവരും ഉണ്ട്. ഏറ്റവും നല്ല ഉന്നതമായിട്ടുള്ള പഠനം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ എന്റെ മോളൊക്കെ അവിടെ പഠിക്കുന്നു, മാനേജ്മെന്റിന്റെ മക്കളെ അവിടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനുള്ളയും മക്കളെ അങ്ങോട്ട് അയക്കുക. ഇതും ഈ സ്ഥാപനമുണ്ട്, അനാഥാലയമുണ്ട്, ഒക്കെ 1960-കളിൽ സ്ഥാപിതമായിട്ടുള്ള ഒരുപാട് പടക്കൾ, അപ്പുക്കോയത്തങ്ങളും മുഹമ്മദ് ശിഹാബുകളും നമ്മുടെ പണ്ഡിതരുടെ സ്ഥാപിച്ച സ്ഥാപനമാണ്. എല്ലാവിധ ഭാവങ്ങളും വിജയാശംസകളും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വസീയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അപ്പോ നമ്മൾ പറയാറില്ലേ, ഹജ്ജിൽ ഇങ്ങനെ പരീക്ഷണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പൊ പഠിച്ചോ ഇന്ന പരീക്ഷ നോക്കിയതാ, ഈ സാധനം കുറച്ചു നേരം ഒന്ന് നിർത്തിക്കാണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതാണ് അള്ളാഹു എന്നെ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നമില്ല, അതിന് പകരമുള്ള സാധനം പ്ലാൻ A പ്ലാൻ B എന്നാണ്. അതിന് പകരമുള്ള സാധനം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും. അതൊക്കെ നമുക്ക് അവസരം പോലെ അതിന്റെ ഇടയിൽ പറയാം. ഏതായാലും നമ്മളിപ്പോ ഹജ്ജിന് പോകാനുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ആ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ഈ സംവിധാനങ്ങളൊക്കെ കേരള സംസ്ഥാന സർക്കാരിന് കീഴിൽ മൈനോറിറ്റി അഫയേഴ്സ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ ആണ് ഈ ഒരു സംവിധാനം. മുഖ്യമന്ത്രി, മന്ത്രി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, നമ്മുടെ വകുപ്പ് മന്ത്രി പി അബ്ദുറഹ്മാൻ സാർ, ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർ, അതുപോലെ അങ്ങനെ താഴേക്കുള്ള ഒരു സംവിധാനത്തെ പറ്റി നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുന്നത് ചില സമയത്ത് അത് വലിയ ഉപകാരമാണ്. അതായത് ബോംബെ ഹജ്ജ് കമ്മിറ്റി ഇതിൻ്റെയൊക്കെ മുകളിലുണ്ട്. കുറെ കാര്യങ്ങൾ അവിടെയാണ് ചെയ്യുന്നത്, കുറെ കാര്യങ്ങൾ ഇവിടുന്ന് നമ്മളെ സഹായിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ മലപ്പുറം ജില്ലാ കലക്ടറായിട്ടുള്ള വിനോദ് കുമാർ IAS അവരാണ്.
നമ്മളുടെ അതിന് വേണ്ടിയിട്ട് കളത്തിലിറങ്ങി ജോലി ചെയ്യുന്നത് ഈ പെരിന്തൽമണ്ണക്കാരനായിട്ടുള്ള ജാഫർ സാറാണ്. ജാഫർ കെ കപ്പു എന്ന് പറയുന്ന നമ്മുടെ ജില്ലാ ട്രഷറി ഓഫീസിലൊക്കെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്രത്യേകത ഉള്ളത് സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി, കേരള ഹജ്ജ് കമ്മിറ്റി, അതിന് മേലെ സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി ബോംബെയിൽ ഉള്ള അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ഇവിടെ ഒരാളാണ്, പാലക്കാടുകാരനായിട്ടുള്ള ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്, ഷാനവാസ് IAS. അത് എന്തൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇതുകൊണ്ടൊക്കെ ഇപ്പോൾ നമ്മളുടെ കുറേ കാര്യങ്ങൾ അദ്ദേഹം മുഖേനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, മലയാളി ആയതുകൊണ്ട് നമ്മളെ ചില കാര്യങ്ങൾ ഇവിടെ മാതൃകാപരമായിട്ട് ചെയ്യുമ്പോൾ അത് നടപ്പിലാക്കാനൊക്കെ ഇദ്ദേഹത്തിൻ്റെ സഹായം നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പൈസ അടക്കുന്നത് ഈ ബോംബെയിലേക്കാണ്, അതായത് സെൻട്രൽ അച്ചീവ്മെന്റിലേക്ക്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ അപേക്ഷകൾ ഫോർവേഡ് ചെയ്യുക, അതുപോലെ തന്നെ അതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടത്തുന്നതിനകത്താണ് അച്ചീവ്മെന്റിയോ കേരള അച്ചീവ്മെന്റിയോ. അപ്പൊ ഇങ്ങനെ രണ്ട് സംവിധാനമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പൈസ അടച്ചു, പൈസ കേരള അച്ചീവ്മെന്റിൽ എവിടെയെങ്കിലും വാങ്ങുന്നോ നമ്മളിതിന് ശേഷം പറയുന്നത് ഇല്ല, നേരിട്ട് നമ്മൾ കൊടുക്കുന്നവർക്കാണ് അച്ചീവ്മെന്റ് ഓഫ് ഇന്ത്യക്കാണ്. എന്നാൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാവുമ്പോൾ ഇവിടുന്ന് അത് സെൻട്രൽ അച്ചീവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിലുള്ള പ്രയാസങ്ങളൊന്നും ഇപ്പൊ നമ്മൾ വിശദീകരിക്കുന്നില്ല. റീഫണ്ട് സമയത്ത് ഇപ്പൊ 2022 റീഫണ്ട് പോകുന്നു. 2022 പോയ ആൾക്കാർക്ക് ഓരോ എംബാർക്കേഷൻ ബേസിൽ ചെറിയ പൈസ ബാക്കിയുണ്ട്. അച്ചീവ്മെന്റിന് പ്രത്യേകത വെച്ചാൽ 10 പൈസ ബാക്കി ഉണ്ടെങ്കിൽ കിട്ടും. അത് ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും കാട്ടട്ടോ എന്ന് പറയില്ല. അതുപോലെ തന്നെ എന്താ പറയും, ഉത്തരവ് കൊടുക്കാണെങ്കിൽ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ കൊടുക്കാനുണ്ട് എന്ന് പറയും. ഇപ്പോ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് ഈ പൈസ ഇങ്ങനെ ഓർക്കാപ്പുറത്താണ് ഈ 2022 9,000 ഒക്കെ നമ്മളെ കൊച്ചിയിൽ പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ സർക്കുലർ ഉണ്ട്. ഇൻഷാല്ലാ. അതുപോലെ തന്നെ നമ്മൾക്ക് ജിദ്ദയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ജനറൽ ഓഫ് ഇന്ത്യ ജിദ്ദ CJ ജിദ്ദയിൽ നമുക്ക് അവിടെ കാര്യങ്ങൾ CJ ആണ് നിയന്ത്രിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഇതിന്റെ ഒരു സംവിധാനം. ഇനി ഇവിടെ ട്രെയിനർ സംവിധാനത്തിൽ നമുക്ക് 14 ജില്ലകളുണ്ട് കേരളത്തിൽ. ഈ 14 ജില്ലയിലും ഓരോ ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർമാർ. അതിൽ മലപ്പുറം ജില്ലയിലെ ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ ഞാൻ തന്നെയാണ്. എൻ്റെ പേരാണ് റൌഫ് എന്നാണ്. ഈ ബാക്കി ലാസ്റ്റ് ട്രെയിനർമാരെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ആ കാര്യം പറയാം. മറ്റൊരു കാര്യം, നമുക്ക് അതിന് തൊട്ടു താഴെ മലപ്പുറം ജില്ലയിലെ കാര്യം പറയുകയാണെങ്കിൽ 2 അസിസ്റ്റന്റ് ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ ഉണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണ മണ്ഡലം ഉൾപ്പെടെയുള്ള 8 മണ്ഡലത്തിന്റെ എന്നെ അസിസ്റ്റ് ചെയ്യുന്ന അസിസ്റ്റന്റ് ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ മുഹമ്മദ് അലി മാഷാണ്. അതിന്റെ താഴെ നമുക്ക് മണ്ഡലം ട്രെയിനിങ് ഓർഗനൈസർ ഉണ്ട്. ഇവിടുത്തെ മണ്ഡലം ട്രെയിനിങ് ഓർഗനൈസർ നമ്മൾ ഔറംഗ് സാറാണ്. കാര്യത്തിന് വേണ്ടി പോയോ ഇവിടെ ഇന്ന് നേരത്തെ ഇവിടെയുള്ള ആളാണ്. അതേപോലെ ചായ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പല ആളുകളും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഇവിടെ കയറി ഇരിക്കലല്ല രസം, നിങ്ങൾക്ക് എന്തെങ്കിലും ചായ അവിടെയൊക്കെ കൊണ്ടുവന്നതാണ് എന്നുള്ളത് അതിൻ്റെ ഒരു മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് പിന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട്. പലർക്കും എന്താ വെച്ചാൽ ഹാജിമാരെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഇപ്പൊ ഇന്നലെയൊക്കെ കുറെ ഇവിടുത്തെ അപ്ഡേഷൻസ് തന്നുകൊണ്ടിരിക്കുക. രാത്രിയൊക്കെ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അതെന്തിനാ ഹാജിമാർക്ക് ബുദ്ധിമുട്ട് പറയരുത് വിചാരിച്ചു. അപ്പൊ അങ്ങനെ മണ്ഡലം ട്രെയിനിങ് ഓർഗനൈസർ. പിന്നെ അതിന് ശേഷം സംസ്ഥാനത്തൊട്ടാകെ 600 നമുക്ക് ഫീൽഡ് ട്രെയിനർമാരുണ്ട്. മലപ്പുറം ജില്ലയിൽ 165 ആൾക്കാരുണ്ട്. ഇവരൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കും എന്നുദ്ദേശിച്ച് മാത്രമാണ്. അപ്പൊ ഈ ഭാഗം ഇങ്ങനെ കടന്നു പോകുമ്പോൾ വലിയ രസമുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഈ ട്രെയിനർമാരുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വലിയൊരു ഗുമ്മ കിട്ടൂല. എന്നാലും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യമാണ് നമ്മൾ പറയുന്നത്.
നമുക്ക് അപേക്ഷ കൊടുക്കുന്ന സമയം മുതൽ ഇങ്ങോട്ട് നമ്മൾ പോയി വരുന്നവരെ ഇവര് നമ്മളെ പിന്തുടരുന്നുണ്ട്. ഒറ്റ ഉദാഹരണം, ഈ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ ഒറ്റ ഉദാഹരണം നമുക്കറിയാം. ജൂലൈ മാസം 31-ാം തീയതി ആയിരുന്നു ആദ്യം നമ്മളോട് എന്ത് പറഞ്ഞത്, അപേക്ഷയുടെ അവസാന തീയതി പറഞ്ഞല്ലേ അല്ലേ? ഞാൻ പറയണെന്തല്ലോ, നിങ്ങൾ വഴിയിലൂടെ അല്ലാതെ സഞ്ചരിച്ചാൽ മുമ്പ് ഈ കൊല്ലം ഉണ്ടായ ഒരാളുടെ അനുഭവം, അദ്ദേഹം അവരുടെ 5 പേരുണ്ട് വിത്തൗട്ട് മെഹറം, 4 പേരുടെ അപേക്ഷ എൻട്രി ചെയ്യാൻ പറ്റി, 5-ാമത്തെ ആൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പാസ്പോർട്ട് ഓൾറെഡി എക്സിസ്റ്റ്, നിലവിൽ പാസ്പോർട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത്. അവർക്ക് അപേക്ഷിക്കണം. അപ്പൊ അതെന്താ സംഭവിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിനൊപ്പം നടക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ഒക്കത്തിന് അത് ആരോ ഒരാള് ആ പാസ്പോർട്ടിൽ ഒരു സാമ്പിൾ നോക്കിയിട്ടുണ്ട്. അത് ഈ ഔദ്യോഗിക ട്രെയിനർമാർ പെട്ടെന്ന് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ ഔദ്യോഗിക ട്രെയിനർമാർ പുതിയ ആൾക്കാരാണ് വർക്ക് ചെയ്യുക. നമ്മളോട് ചോദിച്ചാൽ ഈ ഓൾറെഡി എക്സിസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ എവിടോ ഇതൊന്ന് പറ്റൂലെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോ അത് അവിടെ കയറി കിടക്കുന്നുണ്ട്. അത് ഈ ഓൺലൈൻ സംവിധാനത്തിൽ ഇവര് ഒരു വേറൊരു സ്ഥലത്ത് പോയി, ഞാൻ ആളെയും പേരും സ്ഥലമൊന്നും പറയുന്നില്ല, വേറൊരു സ്ഥലത്ത് പോയി ഇത് കൊടുത്തു. ഇത് കൊടുത്തപ്പോ ഇവര് പാസ്പോർട്ടും സാധനങ്ങളൊക്കെ അവിടെ വാങ്ങി വെച്ചു. 15 ദിവസം അവിടെ വെച്ചു. പോലീസല്ല, 2 ദിവസമല്ല, 15 ദിവസം. 15 ദിവസം കഴിഞ്ഞ് ജൂലൈ 30-ാം തീയതി നമ്മളെ ഡേറ്റ് നീട്ടിയിട്ടില്ല. ഇവര് വൈകുന്നേരം 4:30 മണിയാവുമ്പോൾ ഇവരും ഒക്കെ ആൾക്കാരൊക്കെ കൂടി ഹജ്ജ് ഹൗസിലേക്ക് വരുന്നത്. അപ്പൊ എനിക്ക് ഇവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ ആളുകൾ എനിക്ക് പരിചയം, അവർക്ക് ഇങ്ങോട്ട് തിരിച്ചെന്നെ അറിയാം. അപ്പൊ എന്റെ ഒന്ന് നോക്കി ചോദിച്ചു പറഞ്ഞു. അപ്പൊ ഒരു ആദ്യം ഒരാളെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസമായി. എന്ത് പറയണത് ചുരുക്കി പറയാം. എന്താ പ്രശ്നം ചോദിച്ചു. ഇതാണ് പ്രശ്നം, 4 ആൾക്ക് കഴിഞ്ഞു ഇപ്പൊ ഇത് അപേക്ഷിക്കാൻ പറ്റൂലേ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തു, ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചു. ആ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോകാൻ പറഞ്ഞു. ആ സ്ഥലത്തൊക്കെ പോയി ആണ് ഞങ്ങൾ തിരിച്ചു. ഉച്ചഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അത് ആ പാസ്പോർട്ട് വാങ്ങി നമ്മൾ നോഡൽ ഓഫീസർ എടുത്ത് കൊടുത്തു. അദ്ദേഹം അത് ആ പാസ്പോർട്ട് സ്കാൻ ചെയ്തൊരു മെയിൽ ബോംബെയിലേക്ക് കൊടുത്തു. ബോംബെയിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്തു തന്നു. അവരോട് പറഞ്ഞ ഭക്ഷണം കഴിച്ചപ്പോൾ ഇത് നമ്മൾ ശരി. അന്ന് വൈകുന്നേരം 6 മണിയോട് കൂടി അവരുടെ എല്ലാ പ്രശ്നവും തീർത്ത് നമ്മൾ പറഞ്ഞു. 15 ദിവസം കൊണ്ട് തീരാത്ത കേസ് ഔദ്യോഗിക സംവിധാനത്തിൽ വരുമ്പോൾ 1/2 മണിക്കൂർ അൽഹംദുലില്ലാഹ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്, പ്രയാസപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് ഈ ട്രെയിനർമാരെ പരിചയപ്പെടുത്തുന്നതും ട്രെയിനർമാർ എന്നുള്ള ഈ ഒരു സംവിധാനത്തിനെ പറ്റി നമ്മൾ പറയുന്നതും. ഞാൻ ആദ്യം പറഞ്ഞ എന്തിനാ മനസ്സിലായി, അതുകൊണ്ടാണ്. ഇനി അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഈ ട്രെയിനർമാർക്ക് 3 ഔദ്യോഗിക ക്ലാസും അതുപോലെ തന്നെ അവരായിരിക്കും നമ്മളോട് ഔദ്യോഗിക വിവരങ്ങൾ പറയാം. ഹജ്ജ് കമ്മിറ്റിയുടെ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ അവര് നടത്തുന്ന നമ്മളുടെ മൊബൈൽ മാസും അതുപോലെ നമ്മളുടെ വെബ്സൈറ്റിനെ ലാസ്റ്റിൽ പരിചയപ്പെടുത്താൻ ചായ കൊടുക്കുന്നതിന് കുഴപ്പമില്ലാണ്ട് ഒച്ചു വീട്ടാക്കരുത്. അങ്ങനല്ലേ? ചായ ഇങ്ങനെ കൂടെ ചായക്ക് ഉണ്ടാൻ പറ്റും, ഉണ്ടാക്കുന്ന ആൾക്കാരാണ് മുൻക. അപ്പോ ഈ ഔദ്യോഗിക ട്രെയിനർമാരെ നമ്മളോട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറയും. അപ്പൊ നമ്മൾ പത്രത്തിൽ കണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ട് പത്രത്തിലിപ്പോ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ സർക്കുലർ, ഇപ്പോ നമ്മൾ ഓരോ എംബാർക്കേഷൻ ബേസിലുള്ള ഹാജിമാരുടെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മള് കൃത്യമായിട്ട് അതിനെ പറ്റി പറഞ്ഞാൽ ഈ ടെൻഡറിലേക്ക് ഈ ഓരോ എംബാർക്കേഷൻ അല്ലെങ്കിൽ ഓരോ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണമാണ്. നമ്മൾ അത് കണ്ടിട്ട് വേറെ ബേജാറാവുന്ന കാര്യമില്ല, ഒന്നുമില്ല. നമ്മൾ ഉടനെ നമ്മളുടെ ഔദ്യോഗിക ട്രെയിനറോട് കാര്യങ്ങൾ ചോദിക്കാൻ മനസ്സിലാക്കുക. അവർ 3 സാങ്കേതിക ക്ലാസ്സിന് വിളിക്കും, നിർബന്ധമായിട്ട് പോവുക. അതിന്റെ ഹാജർ നമ്മൾക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ പിന്നെ ഹെൽത്ത് ആൻഡ് ട്രെയിനിങ് കാർഡ് എന്ന് പറയുന്ന ട്രെയിനിങ് കാർഡിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യം, ഇവർ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് പറയുന്നത്. ഒരാളെയും
പൈസ വാങ്ങാനോ പൈസ അടക്കാനോ ഏൽപ്പിച്ചിട്ടില്ല. പൈസയുടെ ഇടപാട് നമ്മളാരും ഹജ്ജ് കമ്മിറ്റി ചെയ്യൂല, കേരള ഹജ്ജ് കമ്മിറ്റി ചെയ്യൂല, നമ്മുടെ ട്രെയിനർമാർ ചെയ്യൂല. ഇനി അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അതിനുള്ള സംവിധാനം ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, രണ്ട് യൂണിയൻ ബാങ്ക്, മറ്റൊന്ന് ഓൺലൈൻ. ഓൺലൈൻ അടുപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കയറുന്നൊക്കെ രീതി ഉണ്ടാവും, അല്ലെങ്കിൽ അത് ഫെയിലാവും. 2-3 പ്രാവശ്യമൊക്കെ പൈസ അടക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. എന്നാൽ പൈസ അടക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചാൽ ഒരു കാര്യം പറയാം. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു വിത്തൗട്ട് മാരത്തിലെ ഹജ്ജുമ്മമാരോട് ഇങ്ങനത്തെ പൈസ അടക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. പൈസ ആരെടുത്ത കൊടുത്തു വെച്ചു. അപ്പൊ ഒരാളെടുത്ത് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ എന്റെ സംവിധാനത്തിനെ പറ്റിയൊന്നും പറയില്ല. അങ്ങനെ നോക്കുമ്പോ ഈ ആളെ നമ്മൾ അഡ്രസ്സിൽ പോയി കണ്ടുപിടിച്ച ആൾ പറഞ്ഞു, ഞാൻ തൽക്കാല പൈസ തിരിഞ്ഞു പോയി. എന്നിട്ട് ഇയാളെ പിന്നാലെ പോയി ഇതെന്താ വിഷയമല്ലോ, പഴയ മാതിരിയല്ല. ഇപ്പോ പൈസ അടച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ക്യാൻസൽ ആയിട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പോ അതുകൊണ്ട് പണമടവിന് ആരെയും ചുമതലപ്പെടുത്തരുത്. അത് യാത്രക്ക് പ്രയാസം ഉണ്ടാവും. ഈ പറയുന്ന കാര്യങ്ങൾ എന്താ, ഞാൻ ആത്മീയപരമായ കാര്യങ്ങൾ പറയില്ല, പക്ഷെ പൈസ അടക്കേണ്ട പോകാൻ പറ്റൂല, അല്ലെ? വിസ അടിക്കൂല, അപ്പൊ അത് ഹജ്ജിന് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹജ്ജിന്റെ കാര്യങ്ങളിൽ പറയുമ്പോൾ ഇന്നത്തെ കാര്യം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടുത്തെ ഈ ലൈറ്റുകളൊന്നും കാണില്ലേ? അതായത് 1,94,000 ആളുകൾ ഇന്ത്യയിൽ അപേക്ഷിച്ചു. അൽഹംദുലില്ലാ, അതിൽ ഭാഗ്യം കിട്ടി നമുക്ക് അപേക്ഷിക്കാൻ. എത്രയോ ആൾക്കാർ പൈസ ഉള്ള ആൾക്കാരുണ്ട്, അപേക്ഷിച്ചിട്ടില്ല, അല്ലെ? നമ്മളെക്കാണെങ്കിൽ എത്രയോ പൈസ ഉള്ള ആൾക്കാർ ഉണ്ട്. പക്ഷേ ഒന്നാമത്തെ അൽഹംദുലില്ലാ അപേക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയതിന്, അല്ലെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലെ? ലോകരക്ഷിതാവായ അല്ലാഹുവിന് സർവസ്തുതിയും. എന്തിനാ ഇന്ന് അപേക്ഷിക്കാൻ തോന്നിച്ചത്, അല്ലെ? കാരണം നമുക്ക് ഇവിടെ കാത്തിരിപ്പ് പട്ടികയിൽ വെയിറ്റ് ലിസ്റ്റിലുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ കിട്ടട്ടെ. ഇവിടെ കിട്ടിയ ആളുകള് അവർക്ക് കൂടി സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടു. ഇനി റിസർവ് കാറ്റഗറിയിൽ അപേക്ഷിച്ച, റിസർവ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ KL6 65 വയസ്സുള്ള അപേക്ഷകർ 3,938 പേര്. അതായത് 65 വയസ്സുള്ള കേരളക്കാരുടെ ആ സഹായി ഉൾപ്പെടെ. ഇനി ലേഡീസ് വിത്തൗട്ട് മാരേജ്, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് രണ്ടാമതൊന്ന് പറയാം. 4,650. ജനറൽ ബാക്ക്ലോഗ് എന്താ, കഴിഞ്ഞ വർഷം അപേക്ഷിക്കുകയും വെയിറ്റ് ലിസ്റ്റിലാവുകയും കിട്ടാതിരിക്കുകയും ചെയ്ത 918 പേര്. അതുപോലെ തന്നെ ഫ്രഷ് അപേക്ഷ, കേരള ജനറൽ അപേക്ഷ 17,612 പേര്. ഇപ്പൊ നറുക്കെടുത്ത് എത്ര ആളിൽ നിന്നാണ്? 1,00,000 കോട്ടയ്ക്കാണ് നറുക്കെടുപ്പ്, അതായത് സെലക്ഷൻ കൊടുത്തിട്ടുണ്ട്. നറുക്കെടുപ്പ് നമ്മൾ മൊത്തം നടത്തിയിട്ടുണ്ട്. 1,00,000 ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ആളുകളെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോ അതിന് കൂടുതൽ കോട്ട ഇപ്പോൾ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അത്തരം സമയത്ത് നമ്മുടെ വെയിറ്റ് ലിസ്റ്റിൽ ആൾക്കാർ കയറും. 1, 2 ഇപ്പോ ഇതിൽ തന്നെ ക്യാൻസൽ ചെയ്യുന്ന ആളുകളുണ്ട്. ആ സമയത്ത് കൊടുത്ത് അപ്പോ 65 വയസ്സിന് മേലുള്ള കേരള എന്ന് പറയുന്ന കാറ്റഗറിക്കാരായിട്ടുള്ള 3,938 ആൾക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഈ LWM എന്ന് പറഞ്ഞതിൽ 58 ആൾ ബാക്കിയുണ്ട്. കാരണം അപ്പത്തേക്ക് കോട്ട കിട്ടിയത് കഴിഞ്ഞു. ഇനി 18,588 ആൾക്കാർ വെയിറ്റ് ലിസ്റ്റിലുണ്ട്. അതിലുള്ള 6,000 വരെയുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്നുള്ള അവർക്ക് കോട്ട റിലീസ് ചെയ്ത് ഹജ്ജിന് അവസരം നൽകട്ടെ. ഇനി ഇതില് നമ്മൾ നോക്കാം, നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു കണക്കുണ്ടോ? 1, 2, 3-ാമത്തെ ഒരു കണക്ക്
അവിടെ 2591 പേർക്കാണ് വെയിറ്റ് ലിസ്റ്റ്. 2591 വരെ ആയിരുന്നു 2024 കിട്ടി. അതുപോലെ തന്നെ പിന്നെ അപ്പുറത്ത് 2025 കണ്ടോ 3930. അതായത് ഇങ്ങനെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ വെയിറ്റ് ലിസ്റ്റ് കിട്ടിയതിന്റെ കണക്കാണ്. അപ്പൊ ഇത് ഒറ്റടിക്ക് കിട്ടിയതാണ് അല്ല, കഴിഞ്ഞ വർഷമേ 8 തവണയായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഈ ചായന്റെ കടി കിട്ടാത്തവർക്ക് വേഗം വാങ്ങിക്കൂടി. ഇനിയുള്ള സാധനം കവർ നമ്പർ പഠിക്കാം. ഇപ്പൊ അവിടെ ചില ആൾക്കാർക്ക് ബാഗൊക്കെ തുറന്ന് എഴുതിച്ച സാധനം എടുത്ത് പിന്നെ ചിലർ വീട്ടിലൊക്കെ അല്ലെ വിളിച്ച് വിളിച്ച് നമ്മൾ കവർ നമ്പർ എത്രയായിരുന്നു ഇതുണ്ടാവില്ല. കവർ നമ്പർ നമ്മൾ നന്നായിട്ട് പഠിക്കാം. നമ്മളെ പേര് ഒരുപാട് ഇപ്പൊ പെട്ടെന്ന് മുതലി എന്ന പേര് ഒരുപാടുണ്ടാവും, അല്ലെങ്കിൽ ചില സ്ഥലത്ത് എന്നാൽ കവർ നമ്പർ ഒന്നുണ്ടാവും. അപ്പൊ അത് ഉദാഹരണത്തിന് ഞാൻ അവിടെ ഏറ്റവും ആ നീല കവറ് KLR ഒരു വര 123 ഒരു വര 2 ഒരു വര 0 അതൊരാളെ കവർ നമ്പറാണ്. ആ 123 ഇനി വേറെ ഉണ്ടാവില്ല. അപ്പുറത്തുള്ള KLR മാറും, ഇപ്പുറത്തുള്ള 2 മാറും, സീരിയൽ നമ്പർ മാറില്ല. അതുപോലെ KLW ഇതിന് ഒരുപോലെ കൊടുത്തതിനാണ് സാമ്പിൾ കൊടുത്തതുണ്ടോ. LW മുന്നേ KR കൂടി കൂടും, KR കൂടി കൂടും, അല്ലെങ്കിൽ ഇവിടെ ജനറലിന്റെ കൂടെ കേരളം. ഏതായാലും ഈ സാധനം എന്താന്ന് നമ്മൾ മനസ്സിലാക്കി കൂടെ. അതില് KL അല്ലെ, എല്ലാത്തിന്റെ മുന്നിലും KL ഉണ്ട്. കേരള എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇനി 65 വയസ്സിന്റെ ആൾക്കാർക്ക് KLR എന്നുണ്ട്. KLR എന്ന് പറയുമ്പോൾ റിസർവ്ഡ്. 65 വയസ്സും അതിന്റെ മേലെയുള്ള ആളും അയാളുടെ സഹായം പോകുന്ന കവറാണെന്ന് മനസ്സിലാക്കണം. ഇനി KLന്റെ കൂടെ WM എന്ന് വന്നാൽ കേരളത്തിൽ നിന്നുള്ള വിത്തൗട്ട് മെഹറം പോകുന്ന, അല്ലെങ്കിൽ പുരുഷ തുണയില്ലാതെ മെഹറം ഇല്ലാതെ 45 വയസ്സ് അല്ലെ 7/7/1980 അതിന് മുമ്പോ ജനിച്ച സ്ത്രീകൾ മാത്രം പോകുന്ന കവറാണെന്ന് മനസ്സിലാക്കി. കേരളത്തിന്റെ കൂടെ FB എന്ന് വന്നാൽ കേരളത്തിൽ നിന്നുള്ള ഫ്രഷ് അപേക്ഷയാണ്. പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ ബാക്കിലോട്ട്, കഴിഞ്ഞ കൊല്ലം വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് കിട്ടാത്ത ആള് അയാളുടെ അപേക്ഷയാണ്. ഇനി കേരളത്തിന്റെ കൂടെ F വന്നു കഴിഞ്ഞാൽ ഫ്രഷ് ആണ് കേരളം. അപ്പൊ ഈ സാധനം ഓരോരുത്തരും KLR ആണ്, KLR, കേരളം പോലെ കേരളം എന്താണ് ഇനി 123 എല്ലാവർക്കും 123 ആണോ? നിങ്ങൾക്ക് വേറല്ലേ? നിങ്ങൾക്ക് വേറല്ലേ? അവിടെ വേറെ, എല്ലാവർക്കും ഓരോ നമ്പറുകൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ നമ്മുടെ സീരിയൽ നമ്പറാണ്, ക്രമ നമ്പറാണെന്ന് മനസ്സിലാക്കുക. ഇനി അതിന് ശേഷം എല്ലാവർക്കും 2 ഉള്ളത്, 3 ഉള്ളവരുണ്ട്, 6 ഉള്ളവരുണ്ട്. ഇവിടെ 6 ആൾക്കാരുണ്ടോ? 6 ആൾക്കാരുണ്ടോ? 6 ഉണ്ടാവില്ല. കാരണം എന്താ 6 ഉണ്ടാവില്ല? എന്തുകൊണ്ടാ? ഒരു കവറിൽ പരമാവധി എത്ര ആൾക്കാരുണ്ടാവുക? 5 ആൾക്കാർ. അപ്പോ ആ 2 തൊട്ട് 1, 2, 3 അങ്ങനെ 5 വരെ ഉണ്ടാവുകയാണെങ്കിൽ ആ കവറിൽ ഇത്ര ആൾക്കാരുണ്ട്. അവിടെ 2 കാണിച്ചെങ്കിൽ 2 ആൾക്കാരുണ്ട്, അവിടെ 3 കാണിച്ചെങ്കിൽ 3 ആൾക്കാരുണ്ട്. ഇനി ലാസ്റ്റില് ഒരു 0 ഇല്ലേ? ഈ 0 കഴിഞ്ഞതിന് മുന്നേ ഉള്ള വർഷത്തിൽ ചില കവറിൽ 1 ഉണ്ടാവും. അതിന്റെ അർത്ഥം തന്നെ അവിടെ 0 ഇട്ട് കഴിഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞ് വരുന്ന സമയത്തേക്ക്, ഹജ്ജ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് 2 വയസ്സ് തികയാത്ത ഒരു കുട്ടി, ഇൻഫന്റ് ഉണ്ട് എന്നാണ് അവിടെ നമ്പർ വന്നാൽ അതിന് മനസ്സിലാക്കുക. പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ 12 വയസ്സിന് താഴെയുള്ളവർക്ക് അനുവാദം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ഇപ്പോൾ ഉള്ളതൊക്കെ എല്ലാവർക്കും 0 ആയിരുന്നു. അപ്പൊ ഇന്നു മുതൽ എല്ലാവരും ഈ സാധനം പഠിക്കും. ഇതിന്റെ കാര്യം എന്താ?
നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഹജ്ജിന്റെ സമയത്ത് പുണ്യഭൂമിയിലും മദീനയിലും മക്കയിലും ഒക്കെ നമ്മളുടെ ഈ ഒരു കവർ നമ്പർ വിവിധ ആപ്പുകളിലും വെബ്സൈറ്റുകളിലും അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ വിവരങ്ങളും കിട്ടും. എന്തിന് നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി വരെ അതിൽ കേൾക്കുന്നുണ്ട്. എപ്പോഴാണ് കുത്തിവെപ്പിന്റെ സമയത്ത് നമ്മൾ ആ പുസ്തകത്തിലുള്ള സാധനം ആ കുത്തിവെപ്പ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് അതിൽ നമ്മളെ പാസ്പോർട്ട് നമ്പർ വെച്ചിട്ട് കയറ്റുന്നുണ്ട്. അതുപോലെ നമ്മൾ മക്കത്ത് എവിടെ താമസിക്കുന്നു, മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ എവിടെ, അതുപോലെ ഏത് മക്തബ് ഏത് മുഖോഫില് ഒക്കെ. ഇനി വേറെ നമ്മള് ഹജ്ജ് വിസ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ വരും. ഇതിൽ വരാൻ പറഞ്ഞാൽ എവിടെ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു ആപ്പ് കാണിച്ചിട്ടുണ്ട്. ആ ആപ്പിലാണ് വരിക. അതിലൊക്കെ നമുക്ക് വേണ്ട അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാൻ. അപ്പൊ ഇനി പഠിക്കണ്ടേ? പഠിക്കണം. അപ്പൊ ഇനി ബാഗ് തുറന്നിട്ട് ഞാൻ നോക്കിക്കാട്ടെ എന്ന് പറയുന്നത് നമ്മളെ അത് മനസ്സിലാക്കണം എന്നുള്ളതിന്റെ ഒരു കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരാൾക്കും സംഭവിക്കരുത് ആ ഒരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് അറപ്പ് സാധനം 65 വയസ്സുകാരൻ യാത്ര റദ്ദ് ചെയ്താൽ അതിന്റെ സഹായം ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആവും എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാം. കേരളയിലെ അതുപോലെ തന്നെ നമ്മളെ 65+ വിത്തൗട്ട് മെഹറത്തിലെ 65ന്റെ സഹായി ഉണ്ടാവില്ലേ, സഹായി യാത്ര റദ്ദ് ചെയ്താൽ 65 ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. നിലവിലെ സാഹചര്യത്തിൽ നിയമം അനുസരിച്ച് പറ്റും. അതുപോലെ മറ്റൊരു കാര്യം 65+ വിത്തൗട്ട് മെഹറം 65+ ഇല്ലേ, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ 65+. അതിൽ 65+ന്റെ ആള് ക്യാൻസൽ ചെയ്താൽ അതിന്റെ സഹായം ഉണ്ടാവില്ലേ, ആ സഹായി നേരത്തെ ഗവൺമെന്റ് മുഖേന, ഇപ്പൊ ചിലവര് ഗവൺമെന്റ് മുഖേന ഹജ്ജ് ചെയ്ത ഈ 65 വയസ്സുള്ള ഹജ്ജുമാർക്ക് മുമ്പ് ഗവൺമെന്റിൽ റിപ്പീറ്ററായിട്ട് പരിഗണിക്കുന്ന ഒരു സാഹചര്യം. മുമ്പ് ഗവൺമെന്റിൽ ഹജ്ജ് ചെയ്ത ആൾക്ക് ഇവർക്ക് വേറെ സഹായി പോകാനില്ലാത്തതുകൊണ്ട് അനുവദിച്ച ഒരു സാഹചര്യമുണ്ട്. അപ്പോ ഇങ്ങനെ 65+ലുള്ള അല്ലെങ്കിൽ 65 വയസ്സിന് മേലുള്ള ഹജ്ജുമ്മ ക്യാൻസൽ ചെയ്താൽ അതിന്റെ സഹായി നേരത്തെ ഗവൺമെന്റിൽ ഹജ്ജ് ചെയ്ത ആളാണെങ്കിൽ അവർക്ക് യാത്ര റദ്ദാക്കേണ്ടി വരും. ഇതെല്ലാം വല്ലാതെ പറഞ്ഞല്ലോ. വേറൊരു കാര്യം, ഇതും നമ്മൾ അറിയാതെ ചെയ്തു പോയിട്ടോ, ഡിക്ലറേഷൻ, സത്യപ്രസ്താവന. എന്താ പറയുക, 65കാര് കൊടുക്കുന്ന സത്യപ്രസ്താവന എന്താണ്? ഞാൻ ജീവിതത്തിൽ ഹജ്ജ് കമ്മിറ്റി മുഖേനയോ അല്ലാതെയോ ഹജ്ജ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ സെലക്ഷനായ ആളുകൾക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപേക്ഷാ ഫോമിന്റെ കൂടെ അപേക്ഷാ ഫോം നമ്മൾ ഫോണിലുള്ള ആ സാധനം, അതിന്റെ തൊട്ടു പിന്നാലെ ഡിക്ലറേഷൻ, അതിന്റെ തൊട്ടു പിന്നാലെ പാസ്പോർട്ട് ഡിക്ലറേഷൻ. ഇങ്ങനെ ഈ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒപ്പിടേണ്ട സ്ഥലത്ത് അതാത് ആളുകൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സെലക്ഷൻ ആകുന്ന ആൾക്കാർ ഒപ്പിടും. ഇതാണ് ഇതിന്റെ ഡിക്ലറേഷന്റെ കാര്യം. 65 വയസ്സുകാരൻ കൊടുക്കുന്ന ഡിക്ലറേഷൻ, ഞാൻ ജീവിതത്തിൽ ഹജ്ജ് കമ്മിറ്റി മുഖേനയോ അല്ലാതെയോ ഹജ്ജ് ചെയ്തിട്ടില്ല. ഇനി ജനറൽ ഡിക്ലറേഷൻ, അതുപോലെ LW വിത്തൗട്ട് മെഹറത്തിന്റെ ഡിക്ലറേഷൻ എന്താണ്? ഞാൻ ജീവിതത്തിൽ ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് ചെയ്തിട്ടില്ല. ജനറൽ ആൾക്കാരുടെ നമ്മൾ ഒരു പ്രൈവറ്റ് പോയിട്ടുണ്ടാവും, ഹജ്ജ് കമ്മിറ്റി മുഖേന മുമ്പ് ഹജ്ജ് ചെയ്തിട്ട് ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതുള്ളൂ. ഇനി മറ്റൊരു കാര്യം, തെറ്റായ വിവരങ്ങൾ കൊടുത്തിട്ട് അത് മുമ്പ് ഹജ്ജിനെ പറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പൈസ അടച്ചതൊക്കെ കണ്ടു കിട്ടുന്ന ഒരു രീതി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ചെയ്ത ഹജ്ജിന്റെയും ചെയ്യാത്ത ഹജ്ജിന്റെയും ഒക്കെ കാര്യത്തിൽ ചെറിയ പ്രയാസം ഞാൻ കൂടുതൽ പറയണില്ല. വേറെ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പൊ ഈ കാണിച്ചതാണ്, നമ്മളെ ഹജ്ജിന് അപേക്ഷ കൊടുക്കുമ്പോ ഭർത്താവിന് കേരളത്തിലെ ഭർത്താവും ഒരു സഹായം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഭാര്യ വിത്തൗട്ട് മെഹറത്തിൽ വേറെ, എനിക്ക് വേറെ പുരുഷ മെഹറം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത്. ഇങ്ങനൊരു പ്രവണത ഹജ്ജ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് നല്ല രീതിയല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇത് എങ്ങനെ ഹജ്ജ് കമ്മിറ്റി അറിഞ്ഞാണ്? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു അപേക്ഷ ഇട്ട് വരും. എന്ത്, ഞങ്ങൾ രണ്ടാളും ഒരു വീട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആൾക്കാരാണ്,
ഞങ്ങൾ ഒരു വിമാനത്തിലാക്കി തരണം. ആദ്യം എന്താ പറഞ്ഞത്, എനിക്ക് പോകാൻ ആളില്ല. പിന്നെ പറഞ്ഞതാണ് ഞങ്ങൾ ഒരു വിമാനത്തിലാക്കി തരണം, അതിന് വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞത് എനിക്ക് മെഹറമായിട്ട് പോകാനായി അല്ലാതെ 65 പോയിന്നാണ്. പക്ഷെ അതിനൊക്കെ വേറെ വഴികളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ബാക്കിൽ വരുന്നുണ്ട്. ഇനി പണമടവ് പെട്ടെന്ന് പോകണമെന്നല്ല, എനിക്ക് ഇപ്പൊ 100 രൂപ കൊടുക്കും. 1,52,300 നമ്മൾ അടച്ചു ഇല്ലേ? ഇനി രണ്ടാം കൂടെ എത്രയാണ് വെക്കുന്നത്? 1,5 ലക്ഷം രൂപ, 1,25,000. മൂന്നാം കൂടെ എത്ര? ഇതിന്റെ ഒന്നാമത്തെ ഗഡു സെലക്ഷൻ ആയ ആൾക്കാരൊക്കെ പൈസ അടച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഗഡു പൈസ അടക്കാൻ ബാക്കിലുള്ള ആൾക്കാരെ എന്നെ കാണുന്നുണ്ടോ? ആ, ഞാൻ ചിരിക്കണത് കാണുന്നുണ്ടാവില്ല, ക്ഷമിക്കണം. രണ്ടാമത്തെ ഗഡു ഉടനെ തന്നെ അതിന്റെ സർക്കുലർ വരും. ആ സർക്കുലർ വരുമ്പോ മൂന്നാമത്തെ ഗഡു നമുക്ക് അടക്കേണ്ട തീയതി നമ്മളുടെ വിമാന ചാർജ്, സൗദിയിൽ ഒരുപാട് ചാർജുകൾ, ഈ കാര്യങ്ങളൊക്കെ ആവുന്ന മുറയ്ക്ക് വരും. അപ്പൊ അത് എത്രയാണെന്നും കൂടി നമുക്ക് ഇപ്പൊ പറയുന്നത്. എന്നാ ഞാൻ ഒരു ഏകദേശം ഒരു കാര്യം പറഞ്ഞുതരാം. ഈ 2023 മുതൽ 24, 25 3 വർഷത്തെ 3 പുറപ്പെടൽ കേന്ദ്രത്തിലെ കാര്യങ്ങൾ. ഒന്ന് 2023 കോഴിക്കോട് നിന്ന് 353, 24 373, 25 370, കൊച്ചിയിൽ 353 തന്നെ 2023, 24 337, 25 326, കണ്ണൂര് 355 2023, 2024 338, 2025 ആകുമ്പോൾ 370. ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? ഏകദേശം ഇതിന്റെയൊക്കെ ചുറ്റുപാടിൽ ഉണ്ടാവും പൈസ നമ്മൾ മനസ്സിലാക്കാം. പക്ഷെ അതൊക്കെ പരമാവധി കൂടാതെ നമുക്കൊക്കെ ഭക്ഷണ രീതിയിലുള്ള മാറ്റില്ല. ഇനി അടുത്ത സംഗതി എന്താ പറയുക, നമ്മള് അദായി എന്ന് പറഞ്ഞിട്ട് ഹജ്ജ് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്ക് മുഖേന IDB മുഖേന അറവ് നടത്താൻ അദായി കുർബാനി വേണോ എന്ന് ചോദിച്ചവർക്ക് അവസാനത്തെ ഗഡുവിന്റെ കൂടെ കഴിഞ്ഞ വർഷം, അതായത് ഈ കൊല്ലത്തെ ഹജ്ജിന് 16,600 രൂപയായിരുന്നു. അതായത് സൗദി റിയാൽ 720 റിയാലായിരുന്നു മനസ്സിലാക്കി. അതും ഇതേപോലെ സൗദിയിൽ അതിന് തീരുമാനം വരുന്നവർക്ക് ഈ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവസാന ഗഡുവിന്റെ കൂടെ ഉണ്ടാവും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെന്താണെന്ന് അറിയോ? ഇത് ക്യാൻസലേഷൻ ചെയ്യുന്ന സമയത്ത് ഉദാഹരണത്തിന് ഒരു കവറില് 5 പേരുണ്ട്. പ്രത്യേകം ഇതോട്ട് വേണം മറ്റുമായി ശ്രദ്ധിക്കും. പൈസയാണോ? 16,600 ആയിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം അത് നമുക്ക് അവിടുത്തെ സൗദിയിൽ എത്രയാണോ കണക്കാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും. ഈ ഒരു കാര്യം, ഒരു കവറിൽ 5 പേരുണ്ട്. 5 പേരിൽ ഒരാൾ ക്യാൻസൽ ചെയ്തു, ബാക്കി 4 പേര് പോകുന്നു അല്ലേ? ഇതില് ഈ മാസം 30-ാം തീയതി വരെ ഉള്ളത് ക്യാൻസലേഷന് പോകുന്ന 5,000 രൂപ നോൺ റീഫണ്ടബിൾ എമൗണ്ട് ആയിട്ട് പോകും, പ്രോസസിംഗ് ഫീ ഉൾപ്പെടെ. അപ്പോ ഇത് മനസ്സിലാക്കി വെക്കണമെന്ന് പറയാൻ കാരണം, പല സ്ഥലത്തും അപേക്ഷിക്കുന്ന സമയത്തും പറഞ്ഞു കൊടുത്തു, കിട്ടിയപ്പോ ഒരാൾ സ്റ്റാൻഡിൽ കൂടി കയറിയിട്ടില്ല, അയാൾ ക്യാൻസലേഷൻ കൊടുത്തു, ബാക്കി 4 ആൾ പൈസ അടച്ചു. ഈ കവറില് അവസാന ഗഡുവിന്റെ കൂടെ നിങ്ങൾക്ക് 5,000 രൂപ അടക്കാണ്ട് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഉണ്ടാവും, നമ്മൾ അടക്കേണ്ടി വരും. അതിപ്പോ പറയുന്നതിനാലോ ഇപ്പോഴാവുമ്പോ എല്ലാവർക്കും ഫോണിലേക്ക് വരുന്നത് മുന്നിൽ കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ സംശയം. ഈ പൈസ അടക്കുമ്പോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്ന ആളോട് പറയാ, ഇങ്ങനൊരു സംഗതി ഉണ്ട്, ആരും ക്യാൻസൽ ചെയ്യുന്ന സാധ്യത ഇല്ലാതിരിക്കണം. ഉണ്ടാവുകയാണെങ്കിൽ നമ്മള് ഇങ്ങനെ ഒരു സംഗതി, ഞാൻ കഴിഞ്ഞ വർഷം
ചില ആൾക്കാർ എന്നെ വിളിച്ചു, ഇവരുടെ തീരുമാനമായിട്ട് എന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ ഹെക്കാണത്, നിങ്ങൾ വിളിക്കേണ്ടതാണല്ലോ. അതെങ്ങനെ ഉണ്ടാകുക? അപ്പൊ ഭർത്താവ് വിളിക്കും, തൊഴിലുറപ്പിന് വേണ്ടി ഭർത്താവ് വിളിക്കും. അതെങ്ങനെ ഉണ്ടാകുക? ഞങ്ങൾ പോണില്ലല്ലോ, ഓർക്ക് വേണ്ടി ഒരാഴ്ച നമ്മൾ മനസ്സിലാക്കുക. ഹജ്ജിന് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടെന്നും ഈ ചാർട്ട് കഴിഞ്ഞ വർഷം മുതൽ വളരെ കൃത്യമായിട്ട് യൂട്യൂബിന്റെ നടപ്പിലാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതിന്റെ ഒരു വേറെ കാര്യം എന്താണ്, ഇത് ഈ പിന്നെ നമ്മള് ഒക്ടോബർ മാസം 15-ാം തീയതി ആവുമ്പോഴത്തേക്ക് അത് 10,000 മാറാണ്. അങ്ങനെ ഇങ്ങനെ 15,000, 20,000 ഇങ്ങനെ പോയിട്ട് 100% പോവാണ്. അപ്പോ ഈ വരുന്ന 31/1/2020 ആയി കഴിഞ്ഞാൽ അതിന് ശേഷം മരണം വളരെ എമർജൻസി ആയിട്ട് മെഡിക്കൽ ഒക്കെ ഒഴികെ, മെഡിക്കലൊക്കെ ചെറിയ എമൗണ്ടേ പോകുന്നുണ്ടാവും. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞത് എപ്പോഴും ഉണ്ടായ ബുദ്ധിമുട്ടിന്റെ വേദനയല്ലോ. മെഡിക്കൽ എന്ന് പറയുന്നത് സ്റ്റെപ്പ് വേദന ഉണ്ടെങ്കിൽ അത് വെച്ചാൽ കിട്ടും. ഒരു കൃത്യമായിട്ട് ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കും. അതൊഴികെ ബാക്കി എല്ലാത്തിനും പിടിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, വിത്തൗട്ട് മെഹറും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഒരു 4-5 ആളുടെ 5 വീട്ടിലായിരിക്കും. അതിനൊരു ഏകോപനം ശരിക്കും ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുക. അപ്പൊ അതില് ആർക്കെങ്കിലും ഒരാൾക്ക് പൈസ ഇപ്പൊ ശരിയായിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ട്. മൊബൈൽ മാസല്ല, മറ്റു ആളുകൾ പറയും അത് മുമ്പ് ഞാനൊക്കെ പോയത് ലാസ്റ്റിലൊക്കെ ഒന്നിച്ചാൽ അടച്ചൊക്കെ കുഴപ്പമുണ്ടായിട്ടില്ല. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ ടൈം വെച്ചിട്ട് പൈസ പോകുന്ന സാഹചര്യം കഴിഞ്ഞ വർഷം മുതൽ ഉണ്ടായപ്പോ ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. നമ്മൾക്ക് ചിലപ്പോ ആരുടെ കടം കൊടുത്ത് ആ ആളുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് അയാൾ ഇങ്ങനെ നീട്ടി കൊടുക്കും. ചിലപ്പോ പറമ്പ് വിൽക്കാൻ കഴിഞ്ഞാലോ ഞാൻ പറയുന്നത് നമ്മൾക്ക് ഹജ്ജിന് വേണ്ടിയിട്ട് എടുത്ത പൈസ ഒരാൾക്കും ഇപ്പൊ തൽക്കാലം കടം കൊടുക്കുക എന്നെ പറഞ്ഞോളൂ. ഹജ്ജ് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് വരുന്നത്, അപ്പൊ കളവാകുമല്ലോ. ഹജ്ജ് കമ്മിറ്റിയിൽ സർക്കുലർ വന്നാൽ മുതല പൈസ അടക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ സമയം കിട്ടുന്ന സാഹചര്യം പഴയ മാതിരി ഇല്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ആ പൈസ എങ്ങോട്ടും തിരിയാനും മറ്റും കൊടുക്കരുത്. കാരണം എന്താ പറയുക, ഇതൊക്കെ ഏതായാലും 2 വീട് അടക്കാനുള്ള പൈസ ഉണ്ടല്ലോ. അതിപ്പോ എന്തായാലും പോലെ തന്നിട്ട് നമ്മൾ അപേക്ഷ അല്ലെങ്കിൽ അതിനൊരു സർക്കുലർ വന്നിട്ട് പിന്നെ 2 ആഴ്ചയൊക്കെ സമയം അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു തരും ചെയ്യും എന്ന് പറഞ്ഞിട്ട് നല്ല തോതിൽ വാങ്ങിക്കൊണ്ടുപോകുമ്പോ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഹജ്ജിന് പോവാനുള്ള അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് എന്നെ പറഞ്ഞോളൂ, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഉടനെ വരും. അപ്പൊ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇങ്ങനെ ആരെങ്കിലും നാളെ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു അപകടം ഉണ്ടെന്ന് മനസ്സിലാക്കുക. കൂടുതൽ മറ്റു സംശയങ്ങൾ നമുക്ക് ലാസ്റ്റിൽ തീർക്കാം. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ പറഞ്ഞില്ലേ, പെണ്ണുങ്ങൾക്ക് പോകാൻ അവരുടെ ഏക പുരുഷ മെഹറം ഈ വർഷത്തെ തക്കതായ കാരണത്താൽ അവർ പോകുന്ന കൂട്ടത്തിൽ അപേക്ഷിക്കാൻ പറ്റാത്ത സ്ത്രീക്ക് ഞാനൊരു ഉദാഹരണ സഹിതം പറയാം. ഒരു വീട്ടിൽ ഇതൊരു ഉദാഹരണമാണോ, അതുപോലത്തെ പല ഉദാഹരണങ്ങളും. ഒരു വീട്ടിൽ 3 ആൾക്കാർ, ഒരു 65 വയസ്സുള്ള വല്യാപ്പള്ളി, നേരത്തെ ഹജ്ജ് ചെയ്യാത്ത ഒരു വല്യാപ്പള്ളി, അയാൾക്കൊരു മകനുണ്ട്, അയാൾക്കൊരു മരുമകളുണ്ട്. ഉദാഹരണം കേട്ടോ, ഇതുപോലത്തെ മാത്രമേ പറ്റുള്ളൂ എന്നല്ല. അപ്പോ 65 വയസ്സുള്ള വല്യാപ്പാക്ക് ഈ കേരളത്തിൽ അപേക്ഷിക്കാൻ പറ്റും. എന്ത് വേണം? ഒരു സഹായി 14 ബന്ധത്തിൽപ്പെട്ട, അല്ലെ, മകൻ, ഭാര്യ, ഭർത്താവ്, സഹോദരൻ, സഹോദരി എന്ന് പറഞ്ഞിട്ട് 14 ബന്ധത്തിൽപ്പെട്ട ഒരാള് വേണം. അപ്പൊ മകനുണ്ട്. പക്ഷെ ആഗ്രഹം എന്താണ്? ഈ മരുമകൾക്കും 3 ആൾക്കും കൂടി പോകണം എന്നാണ് ആഗ്രഹം. ഈ 3 ആൾക്കും കൂടി പോകണം എന്നുള്ള ആഗ്രഹം അവര് അങ്ങനെ അപേക്ഷിക്കും. ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന അധ്യക്ഷ സെക്രട്ടറി ദാസർ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം അദ്ദേഹം നമ്മോട് സംസാരിക്കും. അപ്പൊ എവിടെത്തി 3 പേരുണ്ട്. കേരളത്തിൽ അപേക്ഷിക്കാൻ നോക്കുമ്പോ അതില് 65 വയസ്സ് കഴിഞ്ഞ ഒരാളും അതിന്റെ സഹായിയെ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഈ സ്ത്രീനെ അതിൽ കൂട്ടുമ്പോ ജനറൽ കാറ്റഗറിയിലേക്ക് പോകണം. അപ്പൊ ആ സ്ത്രീ പറയുന്നത്, പാപ്പാക്ക് വയസ്സായതല്ലേ, പാപ്പ നിങ്ങൾ പോയി, ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു സമയത്ത് പോകാം,
അങ്ങനെ മാറി നിന്ന സ്ത്രീക്ക് ഈ സമയത്ത് ഈ മെഹറിങ്ങോട്ട് വരുന്ന സമയത്ത് അപേക്ഷിക്കാം. കാരണം എന്താണ്, അവരുടെ മെഹറിന് ഈ വർഷം ഹജ്ജിന് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ യോഗ്യത. രണ്ട്, തക്കതായ കാരണത്താൽ ആ അപേക്ഷിക്കുന്ന സമയത്ത് അപേക്ഷിച്ചിട്ടില്ല. ഇനി ഒരു ചെറിയ വേറൊരു ഉദാഹരണം പറയാം. ഒരു ഭാര്യ ഭർത്താവ്, ഒരു രണ്ടാളുണ്ടോ, ഇതൊക്കെ ചെറിയ കുട്ടികളാണ്. അപ്പൊ ആ വീട്ടില് ഇവർക്ക് രണ്ടാൾക്കും കൂടി പോകണം എന്നാണ് ആഗ്രഹം. പക്ഷെ എന്താണ്, നമ്മളെ ഓഗസ്റ്റ് 7-ാം തീയതിക്ക് പാസ്പോർട്ട് പുതുക്കി കിട്ടിയില്ല. തക്കതായ കാരണമാണ്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, രണ്ടാളും കൂടി പോകാതെ കണ്ട നിങ്ങൾ കൊടുത്തോളില്ല. അങ്ങനെ ഭർത്താവ് കൊടുത്തും ചെയ്ത്, ഭർത്താവ് കിട്ടുകയും ചെയ്തു. ഭർത്താവിന് ഹജ്ജിന് കിട്ടി. ആ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെഹറും കൊണ്ട് വരുന്ന കൊടുക്കാം. ഇനി അതിന് ശ്രദ്ധിക്കാനുള്ളതാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 6 ഉണ്ടാവുക, 5 വരെ ഉണ്ടാവുള്ളൂ. ഈ ഭർത്താവിനുള്ള കവറ്, ഇപ്പൊ ഭർത്താവ് ഒറ്റക്കല്ല, വേറെ ഭർത്താവ് ആരൊക്കെ ഉണ്ട്, ഓരെ കൂടെ കൊടുത്ത്. അപ്പോ ഈ ഭർത്താവിനുള്ള കവറിൽ നിലവിൽ 5 പേരുണ്ട്. 5 പേരുണ്ട്. ഈ പറ്റില്ല. ഇവരൊക്കെ ചെല്ലുമ്പോ അവരെ അതില് ഒരു സീറ്റാണ് ബാക്കിയാവും. ഞാൻ നേരത്തെ കവറിനെ പറ്റി പറഞ്ഞപ്പോഴാണ്, നമുക്ക് കവറ് 1 ആണ് ഏറ്റവും ചെറുത്, ഏറ്റവും വലുത് കവറിന് മനസ്സിലായില്ല. അതല്ല, നമ്മള് അച്ഛനെ ഗ്രൂപ്പിലാണ് പറഞ്ഞല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോ ഈ ആള് ഈ മെഹർ കോട്ടയിൽ അപേക്ഷിക്കുന്ന ഈ സ്ത്രീ ആണ് കയറുമ്പോ 6 പാടില്ല, 5 പരമാവധി. അപ്പോ ഭർത്താവുള്ള കവറ് 4 ആണെങ്കിൽ ഇവർക്ക് അപേക്ഷിക്കാം, 3 ആണെങ്കിൽ അപേക്ഷിക്കാം, 2 ആണെങ്കിൽ അപേക്ഷിക്കാം, ഭർത്താവ് ഒറ്റക്കാണെങ്കിൽ അപേക്ഷിക്കാം. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇപ്പൊ ഏകദേശം ആർക്കാണെന്ന് മനസ്സിലായല്ലോ. ഇനി അതിന് ഓൺലൈൻ അപേക്ഷ കൊടുക്കണം, അതുപോലെ മുമ്പ് ഹജ്ജ് ചെയ്യാത്ത ആളായിരിക്കണം. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോ സാധാരണ മെഹർ കൊടുക്കൽ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കും. ഇതിന് മെഹറുമായിട്ടുള്ള ബന്ധം അതിൽ തെളിയിക്കണം. കാരണം എന്താ, ഇത് അത്രയും പ്രധാനപ്പെട്ടതാണ്. അതായത് എനിക്കുള്ള ഏക മെഹർ ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ട്, ആ മെഹറുമായിട്ടുള്ള ബന്ധം ഇതിൽ തെളിയിക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5-ൽ കൂടാൻ പാടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടോ, ഇനി അടുത്തത് നമ്മള് ഇതിങ്ങനെ എന്താ പറയാ, ഈ ഒരു ഭാഗം കുറച്ച് എന്താ പറയാ രസമില്ലാത്ത സ്ഥലമാണ്. കാരണം ഈ ക്യാൻസലേഷൻ എന്നൊക്കെ പറയുമ്പോ ഒരു സുഖമില്ലല്ലേ, സുഖം ഉണ്ടാക്കാം, പ്രശ്നമില്ല. എന്നാല് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ തീയതികൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും, ഇല്ലേ? ചോദിക്കണില്ലേ? ഹജ്ജിനൊക്കെ കിട്ടി. കാരണം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് സെലക്ഷൻ ആവും എന്നുള്ള ഒരു പ്രതീക്ഷ നിൽക്കണം. അപ്പോ നമ്മളോട് പറഞ്ഞു, കല്യാണം ചെയ്യും ചോദിക്കും, നിങ്ങളെ പോക്കും വരും എന്നാവും, ഇല്ലേ? ചോദിക്കൂലേ? സ്വാഭാവികമാണ്. നിങ്ങളൊക്കെ പിന്നെ ഓരോരോ സംഗതിക്കും കൂടേണ്ട, അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത പരിപാടി അവർ വന്നിട്ട് നടത്താം. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്ര പറഞ്ഞു, ഇല്ലേ സാർ? അതുപോലെ തന്നെ നമുക്ക് ലീവ് എടുക്കാണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പള്ളി കമ്മിറ്റി മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ നമ്മള് എല്ലാ നിരക്കും. ഞാനിവിടെ പറഞ്ഞപ്പോ നിങ്ങൾ വേറെന്തോ ചർച്ച കല്യാണപ്പോഴും ചെയ്യണ്ട. കേരളത്തില് പോകുന്നത് ഇപ്പൊ ഇന്നത്തെ ഭാഗ്യം, ഇന്നലെ വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മള് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഹജ്ജ് വിമാനത്തിന്റെ തീയതി എന്ന് പറഞ്ഞു. എന്നാൽ അൽഹംദുലില്ലാഹ് നമുക്ക് കേരളത്തിൽ നിന്ന് പോകുന്നതിന്റെ ഏകദേശ കണക്ക് വന്നു. കേരളത്തിൽ നിന്ന് പോകുന്നത് എങ്ങോട്ടാണ്? ജിദ്ദയിലേക്കാണ്. അതായത് 2ാം ഘട്ടത്തിൽ. ആദ്യ ഘട്ടത്തിൽ പോകുന്ന ആൾക്കാർ എങ്ങനെ പോവാം? മദീനയിൽ പോയിട്ട് മദീന കഴിഞ്ഞ് ജിദ്ദയിൽ വന്ന് മക്കത്ത് വന്ന് ഹജ്ജ് കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് വരും. 2ാം ഘട്ടത്തിൽ പോകുന്ന ആൾക്കാർ നേരെ ജിദ്ദ എയർപോർട്ടിലെത്തി, മക്കയിലെത്തി, ഹജ്ജ് കഴിഞ്ഞ് മദീന വഴി നാട്ടിലേക്ക്. ആ കൂട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ജിദ്ദയിലേക്ക് ആദ്യ വിമാനം ഇൻഷാ അല്ലാഹ് പോകുന്നത് മെയ് മാസം 5-ാം തീയതി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഞങ്ങളെ പോക്ക് ഏകദേശം 5-ാം തീയതി അവിടെയെങ്കിലായിരിക്കും ആദ്യ വിമാനം. അപ്പോ അവിടെ ഒന്ന് നോക്കാം. പിന്നെ ജിദ്ദയിലേക്ക് ഇവിടുന്ന് അവസാന വിമാനം മെയ് 19-നായിരിക്കും. അപ്പൊ ഈ ഒരു തീയതിക്കുള്ളിൽ പിന്നെ വേറെ കാര്യം, 5-ാം തീയതി 4-ാം തീയതി കൊണ്ടേ വെക്കണം. കാരണം ഒരു
ഒരു 4 ദിവസം അങ്ങോട്ടും 4 ദിവസം ഇങ്ങോട്ടും ഒക്കെ ഈ ഡേറ്റുകൾ മാറാറുണ്ട്. അപ്പൊ ഏകദേശം മനസ്സിലാക്കിയത് ഈ മദീനയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുന്നത് ജൂൺ 11-ാം തീയതി മദീനയിൽ നിന്ന് ആദ്യ വിമാനം ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂൾ ഒരു ധാരണ അനുസരിച്ച് ഇനി മദീനയിൽ നിന്ന് അവസാന വിമാനം വരുന്നത് ജൂൺ 30-ാം തീയതി. അപ്പോ മെയ് 5 മുതൽ ജൂൺ 30 വരെയുള്ള തീയതി ഏകദേശം നമുക്ക് ധാരണ. ഇനി അതിന് നമ്മൾ സാധാരണ പറയില്ലേ ഒരാഴ്ച കിട്ടും അത് കൂട്ടിയിട്ട് നമുക്ക് വേണം. ഇത് വേണ്ടേ? വേണം. നമുക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തത് അല്ലെ ലഗേജ് കൊണ്ടുപോകണം. അപ്പൊ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ലഗേജ് കൊണ്ടുപോകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളും വിമാന കമ്പനിയായിട്ട് ചെറിയ അഗ്രിമെന്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ കുറെ ആൾക്കാർ വിമാനയാത്ര നടത്തിയ ആൾക്കാരാണ് ഇവിടെ, ബഹുഭൂരിഭാഗം ആൾക്കാർ. ഇനി നടത്തിയിട്ടില്ലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ പറയണത് എന്താ വെച്ചാൽ നടത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ അതായത് നമ്മൾ പറയുന്നത് ഞങ്ങളെ ഹാജിമാരൊക്കെ ഒരു കരാറാട്ടോ. കരാർ പാലിക്കുക നമ്മള് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമല്ലേ, അഗ്രിമെന്റ് കരാർ. ഞങ്ങൾ ഹാജിമാർ സ്റ്റാൻഡേർഡ് ബാഗിലെ സാധനം കൊണ്ടുവരുള്ളൂ. ഈ സ്റ്റാൻഡേർഡ് ബാഗിൽ തന്നെ ആ കയ്യില് അല്ലെങ്കിൽ വച്ചുകൊണ്ടുള്ള ബാഗിൽ അതല്ല, നമ്മൾ ഉമ്രക്കൊക്കെ പോയപ്പോ കൊണ്ടുപോയില്ലേ അങ്ങനത്തെ ബാഗായാലും മതി. അതുകൊണ്ടാണ് 2 ബാഗുകൾ. എന്റെ ചട്ടപ്പെട്ടി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരില്ല. കാരണം ഇതൊരു ഗ്രൂപ്പ് മൂവ്മെന്റ്, ഒരു സംഘം പോകുന്നതാണ്. നമ്മൾ സാധാരണ പോകുമ്പോ നമ്മളെങ്ങനെ വിമാനത്താവളത്തിലെത്തി അവിടുന്ന് നമ്മളെന്നെ നല്ല ഉടയാതെ എടുത്തു വെച്ചു കൊടുത്ത് പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ ആ ബെൽറ്റിന് മുന്നിൽ നിന്ന് നമ്മൾ എടുക്കലാണ്. എന്നാൽ ഹജ്ജിന് പോകുമ്പോ എങ്ങനെ നമ്മൾ ഇവിടെ വിമാനത്താവളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മക്കത്ത് അസീസിയിലെ റൂമിന്റെ അവിടെയായ സ്ഥാനത്ത് എയർപോർട്ടിൽ നമുക്ക് കിട്ടൂല. അപ്പൊ അത് എങ്ങനെ വരാൻ കാരണം അല്ല, അത് ട്രക്കിലും മറ്റൊക്കെ ആവുമ്പോൾ നമ്മളെ സാധന സാമഗ്രികൾക്ക് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പുള്ള ഒരു ബാഗ് വേണം എന്നുള്ളതാണ് ഈ സ്റ്റാൻഡേർഡ് ബാഗുകൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? എന്നാൽ ആ കൈകാലുള്ള സാധനം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ. ഞാൻ ഒരു അനുഭവത്തിലൂടെ പറയുന്നത് അതിന്റെ ഈ ആ സാധനങ്ങളില്ല പൊന്തിക്കണേ അതാവുമ്പോൾ ഇവിടെയൊക്കെ തട്ടിട്ട് ചിലപ്പോ പൊടിഞ്ഞു പോലൊക്കെ സാധ്യത ഉണ്ട്. ഇങ്ങനത്തെ ആ 2ാമത്തെ സാധനമായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇത് പാടില്ല എന്ന് ഞാൻ പറയണില്ല. ഒരു ക്ലാസ് കഴിഞ്ഞു പറഞ്ഞു എന്താ ട്രോളി ബാഗ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലാസ്സിൽ, അങ്ങനെ ഉണ്ടോന്ന്. അങ്ങനെ ഒരു നിയമം വരും. അങ്ങനെയല്ല കേട്ടോ, സ്റ്റാൻഡേർഡ് ബാഗ് ആകാൻ നമ്മൾ ആവശ്യമുള്ളൂ. പിന്നെ മറ്റേ ബാഗിലുള്ള പ്രശ്നങ്ങൾക്ക് ഗൾഫ് പോകുന്ന ആൾക്കാരുണ്ടാവും. ആ ബാഗ് ഉണ്ടാവും 3 കിലോ അല്ലേ. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോൾ 3 കിലോ കാരൊക്കെ കുറക്കേണ്ടി വരും. ഇനി വേറൊരു കാര്യം എന്താണ്, ഒരു ബാഗ് 20 കിലോയിൽ കൂടാൻ പാടില്ല. അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജ് എത്രയാണ്? 20 കിലോന്റെ 2 ലഗേജ് ബാഗ് കൊണ്ടുപോകാം. അപ്പൊ 20 കിലോ തികയാത്ത ആൾക്കാർ എന്തെങ്കിലും ബേജാറാണോ? ഇന്നൊരാളെ വിളിച്ച് ചോദിച്ചിരുന്നു, ഇത് 20 കിലോ തികയില്ല എന്താ ചെയ്യാൻ? കുഴപ്പമില്ല, 5 അപ്പോ ശ്രദ്ധിക്കാനുള്ളത് 30 കിലോ നമ്മുടെ കയ്യിലുള്ളത് വെച്ചാൽ 2 ബാഗിലാണ്. ഇനി ആകെ 20 കിലോ ഉണ്ടെങ്കിലോ ഒരു ബാഗ് എടുത്തിട്ട് അതിന് ഉള്ളിൽ വെക്കുക. എന്തിനാ? ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എന്തായാലും കാറൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ അങ്ങോട്ട് പോകുമ്പോൾ ഇനി അടുത്ത ക്ലാസ് ടൈമിലുള്ള സ്റ്റിക്കർ സാധനങ്ങൾ കാണിച്ചു അതേപോലെ തന്നെ തിരിച്ചു വരണം. നമ്മളൊരു ചിട്ടവട്ടത്തോട് കൂടിയാണ് പോകുന്നത്. അപ്പോ 20 കിലോന്റെ 2 ബാഗ് 40 ആയി. പിന്നെ ഇപ്പുറത്ത് 7 കിലോ ഹാൻഡ് ബാഗ്. അജ്മോൽ ശ്രദ്ധിക്കുന്ന മടിയിലുള്ള ബാഗല്ല. ഏതാണ്? നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ യാത്രക്ക് നമ്മുടെ കയ്യിൽ കൂടെ കരുതുന്ന 7 കിലോ വരെ ഉൾക്കൊള്ളാവുന്ന. അത് 7 കിലോ പ്രശ്നമില്ല, പക്ഷെ പരമാവധി 7 കിലോ പറ്റുള്ളൂ. അപ്പോ ഇങ്ങനെ 47 കിലോ ആണ് നമുക്ക് ഇപ്പോ അനുവദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത സാധനം ഫോണില്ലേ, എല്ലാവരും ഇല്ലേ? ഞാൻ അത് ഈ ഹജ്ജിമാരോട് ഇങ്ങനെ പറയണമെന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ ആൻഡ്രോയിഡ് ഫോണ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണ് നമ്മൾക്ക് ഹജ്ജിന്റെ വേളയിൽ നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷം വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഓരോ സമയത്ത്
ഈ ഫോണിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അപ്പൊ SHG തിരിച്ച് SHG എന്ന് പറഞ്ഞാൽ ഹജ്ജ് വോളണ്ടിയർ വിളിച്ചിട്ട് പറയും, നിങ്ങൾ പറയണതൊക്കെ ശരിയാണ്. ഈ പിന്നെ ഉമ്മമാരെ അടുത്ത് കൊടുത്തയച്ച ഫോണ് അവർക്ക് പുതിയൊരു ഫോൺ വലിയമാർക്ക് വാങ്ങിക്കൊടുത്തിരുന്നു. അപ്പോ ആരോ മരങ്ങളാരോ മക്കളെ കുറ്റപ്പെടുത്തല്ലോ, കുട്ടികളോ ആരോ പറഞ്ഞത് ഇത് ഇവിടെ നിന്നോട്ടെ, ഇത് നിങ്ങൾക്ക് പോയി വന്നിട്ട് 1 ക്ലാസ് കേൾക്കാനും ഇതിനൊക്കെ എടുക്കാം, നിങ്ങൾ അവിടെ പോയി കേടെത്തി കൊണ്ടുവരും. എന്നിട്ട് ഹജ്ജുമാൻ എടുത്തത് ഈ ചിരന്തികളെ കൃത്യമായി പൊട്ടിത്തായ ഒരു ഫോൺ കൊടുത്തയച്ചു. ഈ ഫോൺ ആരോ തന്നെ കേൾക്കും, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്താണ് ആ ഫോണ് കുറച്ചൊന്ന് കാണുന്ന സാധനമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനത്തെ ഒരു ഫോണില്ലേ പച്ച ചോപ്പ് വെക്കാൻ പിന്നെ അതിലൊന്നും അഞ്ച് സുവിധ മൊബൈൽ ആപ്ലിക്കേഷൻ ഒന്നും എടുക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നല്ലൊരു വലിയ വിലന്റെ ഫോണൊന്നും വേണ്ട, ഒരു ഫോൺ നമ്മുടെ കയ്യിൽ വേണം, ആ വർക്ക് ചെയ്യുന്നത് ബാറ്ററി ഒക്കെ ഉള്ള ഒരു ഫോൺ വേണം എന്നുള്ളത് എൻ്റെ ഒരു കാര്യം. ഹജ്ജ് സുവിധ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വാട്സപ്പിലൊക്കെ മാറ്റി നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വീട്ടിലെത്തിയിട്ട് കുട്ടികളോട് പറയും ഇങ്ങനെ ഹജ്ജ് സുവിധ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന മുദ്രയില്ല. മുദ്രയ്ക്ക് അവര് ഒരു പെർമിഷൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് എല്ലാവരും കൂടി പോകാതെ ഓരോരുത്തർ പോയാൽ അവിടെ തിരക്കുണ്ടാവില്ല കേട്ടോ. അപ്പോ ഹജ്ജ് സുവിധ മൊബൈൽ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മളെ ഫോണിൽ വെക്കണം. ഇത് ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ സെൻട്രൽ അച്ചീവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ആപ്ലിക്കേഷനാണ്. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ എങ്ങനെയാണ് തുറക്കുക? നമുക്ക് ഹജ്ജ് അപേക്ഷ കൊടുത്ത സമയത്ത് ഒരു യൂസർ ID എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ നമ്പർ ഇല്ലേ, ഒരു പിൻ നമ്പർ ഇല്ലല്ലോ, ഗൂഗിൾ പേന്റെ പോലത്തെ ഒരു പിന്ന്, മസ്തമുദ്ര പിന്നല്ല, ഒരു പിന്നില്ലേ. ഈ സാധനം വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്യണം, തുറക്കാൻ പറ്റും. ഇത് തുറന്നാൽ എന്താ, നമുക്ക് ഇപ്പൊ തന്നെ അതിൽ വരുന്ന ഓരോ അപ്ഡേഷൻ, ഓരോ മെസ്സേജുകൾ കാര്യങ്ങളുണ്ട്. പോട്ടെ, അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹജ്ജിന്റെ സമയത്ത് നമ്മളെല്ലാ വിവരങ്ങളായിട്ടുണ്ടോ, നമ്മളെ വിസ ഉണ്ടോ ഈ സാധനത്തിൽ വരും. അതുപോലെ തന്നെ അതിന്റെ ലൊക്കേഷൻ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പിന്നെ ഇതാണെങ്കിൽ അതിന്റെ ലൊക്കേഷൻ ഓൺ ആണെങ്കിൽ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കാനും തിരയാനൊക്കെ എളുപ്പമാണ്. ശൈലന്ത് വേണം, നെറ്റ് വേണം. അവിടെ ഞാനൊരു കാര്യം സിമ്മിന്റെ ഭാഗത്തേക്ക് വരുമ്പോ പറയാം. നുസുക്ക് എന്ന ഒരു ആപ്ലിക്കേഷൻ, അത് അവിടെ നിന്ന് സൗദിയിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ളതാണ്. അതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ പ്രവേശനം മറ്റു കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാണ്. പക്ഷെ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയും നമ്മുടെ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയൊക്കെ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ഒരു കാര്യം ചെയ്യുന്നുണ്ട്. റൗദയിൽ കയറാൻ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കയറാൻ വേണ്ടിയിട്ട് ഒരു പാസ്, ബൾക്ക് പാസ്, നമ്മൾ ഇങ്ങനെ പേപ്പറിൽ ഒന്നിച്ച് നിങ്ങളൊക്കെ പേര് കാര്യങ്ങളാക്കിയിട്ട് എടുക്കുന്ന സംവിധാനമുണ്ട്. അപ്പൊ നിങ്ങളുടെ മുമ്പോട്ട് പോയ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കേണ്ടത്, ഞാൻ കാരണം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഈ റൗദയിലേക്ക് നുസുക്ക് പ്രകാരം എഴുതിയുള്ളൂ. അപ്പൊ അത് പഠിക്കേണ്ട, നുസുക്ക് പ്രകാരം നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹജ്ജ് കമ്മിറ്റി ഒരു പ്രാവശ്യം കയറാനുള്ള സൗകര്യമുണ്ട്. അപ്പോ ഈ 2 ആപ്പുകൾ നമ്മൾക്ക് ഹജ്ജിന്റെ സമയത്ത് ഉപകാരപ്പെടുന്നതാണ്. അത് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഫോൺ വേണം. അപ്പൊ തെക്കൂരിനെ പോലുള്ള ഫോണ് പറ്റൂല. ഇനി അടുത്ത സംഗതി സിം കാർഡ്. മൊബൈലിന്റെ സിം അവിടെ നിന്ന് ഉപയോഗിക്കാറുള്ളത് 2 രീതിയിൽ നമുക്ക് അതിനെ സംഘടിപ്പിക്കാം. ഒന്ന്, നമ്മള് ഈ വിദേശത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഹജ്ജിന് വരുന്നുണ്ട്, ഞാൻ ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഉണ്ട്, ഞങ്ങൾക്ക് 2 സിം വേണം എന്ന് പറഞ്ഞാൽ അവർ മുഖേന സംഘടിപ്പിക്കാം. 1. 2, നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് സിം എടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് സിം എടുക്കാൻ ശ്രമിക്കരുത്. എന്താ കാര്യം, അതില് ഒരു പക്ഷേ നമ്മൾ പറ്റിച്ചേക്കാം.
അല്ലെങ്കിൽ വഞ്ചനയിൽ പെട്ടേക്കാം. അപ്പൊ അതുകൊണ്ട് എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ ചെയ്യാതെ ബിൽഡിങ്ങിൽ എത്തിയിട്ട്, അപ്പൊ ചിലപ്പോ ബിൽഡിങ്ങിൽ അടുത്ത നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോ ഈ മൊബൈൽ സിം കൊടുക്കുന്ന ആളുകൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോണിൽ നിലവിൽ വാട്സപ്പ് ഉള്ള സിം ആ ഫോണിൽ ഉണ്ടാവും, 2 സിം ഉണ്ടാവും. അപ്പൊ ആ വാട്സപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ, ബിൽഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴുള്ള വിവരം വാട്സപ്പിൽ കോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അസ്സലാമു ഞാൻ എത്തിയിട്ടുണ്ട്, ഈ കൂടുതൽ വിവരം ഞാൻ ഉംറയ്ക്ക് കഴിഞ്ഞതിന് ശേഷം അറിയിക്കാം പോരെ. അപ്പോ സിം ഇട്ടിട്ടില്ല. സിം നമ്മളെ അറബിൽ പോയി വരുന്ന സമയത്തും നമുക്ക് അവിടെ നിന്നൊക്കെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്ന് വേണം. ഇതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആപ്പുകളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് നെറ്റ് വേണല്ലേ? നെറ്റ് കേട്ട് അല്ലെ, ഡാറ്റ, മൊബൈൽ ഡാറ്റ വേണം. അപ്പൊ അവിടെ അജുമാരുടെ എന്താ പറഞ്ഞത്, ഇവിടുന്ന് പോകുന്നത് കേട്ടു. അപ്പൊ ഹജ്ജിന്റെ ആദ്യത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ ആവുമ്പോൾ എന്താ ഉണ്ടാകുക? ഹജ്ജ് ആകുമ്പോഴത്തേക്ക് ഈ മൊബൈൽ ഡാറ്റ, കാരണം 28 ദിവസം അല്ലെ അങ്ങനെയൊക്കെ കിട്ടല്. അപ്പോ നമ്മൾ അവിടെ ചെല്ലുമ്പോ മൊബൈലിൽ ഡാറ്റ ഒക്കെ കയറ്റി കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു. ഹജ്ജിന്റെ സമയത്ത് ഹജ്ജ് മാസം 7 നമ്മള് മിനയിലേക്ക് പോകുമ്പോ അവിടുത്തെ നമ്മുടെ SHIമാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന 150 പേർക്കുള്ള ഹജ്ജ് വളണ്ടിയർ നമ്മളോട് പറയും, എല്ലാവരും മൊബൈലിലും ഇന്റർനെറ്റ് ഡാറ്റ ഉണ്ടല്ലോ. അപ്പോ അജിമാര് പറയുന്നത് എന്ത്, ഇവിടുത്തെ ആൾക്കാരില്ലല്ലോ, ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ പോയിട്ട് ക്ലാസ്സൊന്നും കേൾക്കാനില്ലല്ലോ, അതുകൊണ്ട് ഇതിന് വേണ്ട. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ സമയത്ത് നമ്മൾ വഴി തെറ്റിപ്പോയാൽ ഈ സാധനത്തിൽ മൊബൈൽ ഡാറ്റ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഓണാക്കി കഴിഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ നമ്മളെ സഹായിക്കുന്ന ആളുകൾക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന അധ്യക്ഷയുടെ നമ്പർ നമ്മുടെ ജില്ലയുടെ ചാർജുള്ള അദ്ദേഹം എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു.